വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ടോപ്പിക് തന്നെയാണ്. ഇത് പാർട്ട് 2 ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻസ് അഥവാ ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണ് മാറ്റുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻസിൽ തന്നെ WH വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അഥവാ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഈ രണ്ടിലും വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പൊതുവെ ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിലെല്ലാം തന്നെ സെഡ് ടു എന്നതിന് പകരം ഉപയോഗിക്കേണ്ടത് ആസ്ക്ഡ് എന്നാണ്. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക. അത് ഓർമ്മ വയ്ക്കണം. സെഡ് ടു ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻടു ആസ്ക്ഡ്. എവിടെ? ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ. WH ക്വസ്റ്റ്യൻ ഫോം, why, who, what, where, whom, how, when, കുറേ WH ക്വസ്റ്റ്യൻ വേർഡുകളുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നവ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെങ്കിൽ അതേ WH ക്വസ്റ്റ്യൻ വേർഡിനെ തന്നെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഉപയോഗിക്കേണ്ടത് എന്ന പോയിന്റ് ഓർമ്മിക്കുക. ഫോർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് യൂസ് ദ കൺജങ്ഷൻ ഈഫ് ഓർ വെദർ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? അത് ഓക്സിലറി വെർബിലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിലാണ് തുടങ്ങുന്നത്. അതിൽ WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല, തുടങ്ങുന്നത് ഓക്സിലറി വെർബിലാണ് എന്നുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് സ്പീച്ചിലെങ്കിൽ കൺജങ്ഷൻ ആയിട്ട് ഈഫ് അല്ലെങ്കിൽ വെദർ ആണ് വരിക. ആ പോയിന്റ് ഓർമ്മിക്കുക. എക്സാമ്പിൾസ്: അഞ്ജു സെഡ് ടു ഹർ ഫ്രണ്ട്, വൈ ആർ യു ടയേർഡ് ടുഡേ. ഇത് WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുക. അഞ്ജു സെഡ് ടു ഹർ ഫ്രണ്ട് എന്നുള്ളതിലത്തെ സെഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. പക്ഷെ ക്വസ്റ്റ്യനുകളിൽ എല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? ആസ്ക്ഡ്. അത് ഓർമ്മയിൽ വരണം. അഞ്ജു ആസ്ക്ഡ് ഹർ ഫ്രണ്ട് വൈ ഷീ വാസ് ടയേർഡ് ദാറ്റ് ഡേ എന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സ്പീച്ചിൽ ആർ എന്നുള്ളത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നു. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് മാറുന്നു, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു. പ്രോനൗണിൽ ഉണ്ടാകുന്ന മാറ്റം ഷീ എന്നായതുകൊണ്ട് വാസ് എന്നാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ്. മൈ ഫാദർ സെഡ് ടു മീ വിച്ച് കളർ വിൽ യു പ്രിഫർ. എന്താണ് മൈ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞത്? വിച്ച് കളർ വിൽ യു പ്രിഫർ, ഏത് കളറാണ് നീ പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു WH ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ദ സെയിം വിച്ച് എന്നുള്ളത് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിക്കാം. എങ്ങനെ വരും? ആസ്ക്ഡ് സെഡ് എന്നൊക്കെ മാറ്റണം. മൈ ഫാദർ ആസ്ക്ഡ് മീ വിച്ച് കളർ ഐ വുഡ് പ്രിഫർ. വിൽ പ്രിഫർ എന്ന് കാണിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ വിൽ പ്രിഫർ എന്നുള്ളത് എങ്ങനെയായി മാറി? വുഡ് പ്രിഫർ എന്നായി മാറി. വില്ലിനെയാണ് മാറ്റുന്നത് വുഡിലേക്ക്. അത് ഓർമ്മിക്കുക. സോമു സാഡ് വെർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്. ഇതും WH ക്വസ്റ്റ്യൻ തന്നെയാണ്. വേർ എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ ഇൻഡയറക്റ്റ് സ്പീച്ചിലും അതേ വേർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷെ ചില മാറ്റങ്ങളുണ്ട്. സോമു ആസ്ക്ഡ് വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. ആ വേർഡ് ഓർഡറിലുള്ള മാറ്റം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. സോമു സാഡ് വെർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇനി സോമു ആസ്ക്ഡ് വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്നാണ് ഡയറക്റ്റ് സ്പീച്ചിലെങ്കിൽ ആ ആസ്ക്ഡ് അങ്ങനെ ഉപയോഗിക്കാം. സെഡ് എന്നാണെങ്കിലാണ് നമ്മൾ മാറ്റേണ്ടത്. ക്വസ്റ്റ്യനുകളിലെല്ലാം തന്നെ ആസ്ക്ഡ് എന്നാണ് വരിക. സോമു സാഡ് വേർ ഇസ് ദ പോസ്റ്റ് ഓഫീസ്. സോമു ആസ്ക്ഡ് വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. ആ ഈസ് എന്നുള്ളത് വാസായി മാറി. കാരണം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണത്. അപ്പൊ ഈ ഒരു വേർഡ് ഓർഡറിലുള്ള മാറ്റങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. വേർ ഈസ് ദ പോസ്റ്റ് ഓഫീസ് എന്നുള്ളത് എന്തായി മാറി ഇൻഡയറക്റ്റ് സ്പീച്ചില്? വേർ ദ പോസ്റ്റ് ഓഫീസ് വാസ്. ഇനി സോമു സെഡ് വേർ ഇസ് ദ ബുക്ക് എന്നാണെങ്കിലോ? സോമു ആസ്ക്ഡ് വേർ ദ ബുക്ക് വാസ്. എങ്ങനെയാണ് വരിക? വേർ ഇസ് ദ പെൻ എന്നാണെങ്കിൽ സോമു ആസ്ക്ഡ് വേർ ദ പെൻ വാസ്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. വരുൺ സെഡ് ടു മീ ഹാസ് യുവർ ഫാദർ റിട്ടേൺ ഫ്രം ചെന്നൈ. ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഹാസ്. എസ് ഓർ നോ ക്വസ്റ്റ്യനുകളൊക്കെ തുടങ്ങുക WH ക്വസ്റ്റ്യൻ വേർഡുകളിലല്ല, ഓക്സിലറി വെർബുകളിലാണ്. അപ്പൊ ഇതിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്? ഈ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഫ് അല്ലെങ്കിൽ വെദർ.
വരുൺ സെഡ് ടു മീ എന്നുള്ളത് ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വരുൺ ആസ്ക് എന്നാക്കി മാറ്റണം. അത് കോമൺ ആയിട്ട് ക്വസ്റ്റ്യനുകളിലൊക്കെ അപ്ലിക്കബിൾ ആണ്. വരുൺ ആസ്ക് മീ ഇഫ് മൈ ഫാദർ ഹാഡ് റിട്ടേൺ ഫ്രം ചെന്നൈ. ഇവിടെ വെർബിൽ ഉണ്ടാക്കുന്ന മാറ്റം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഹാസ് റിട്ടേൺ എന്ന് കാണിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് യുവർ ഫാദർ റിട്ടേൺ ഫ്രം ചെന്നൈ എന്നാണ്. അപ്പൊ ഹാസ് റിട്ടേൺഡ് എന്നുണ്ട്. അത് കാണിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് തന്നെ ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്തായി മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ്. അതെന്താണ്? ഹാഡ് റിട്ടേൺഡ് എന്നായി മാറും. കാരണം വരുൺ സെഡ് ടു മീ എന്നാണ്. സെഡ് എന്ന് കാണിക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. വരുൺ ആസ്ക്ഡ് മീ ഇഫ് മൈ ഫാദർ ഹാഡ് റിട്ടേൺ ഫ്രം ചെന്നൈ. മീനു സെഡ് ടു മീ ഡു യു നോ മൈ നെയിം. മീനു എൻ്റെ അടുത്ത് എന്താ ചോദിച്ചത്? ഡു യു നോ മൈ നെയിം. എൻ്റെ പേര് നിനക്ക് അറിയുമോ എന്നാണ്. മീനു എന്നുള്ളത് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കാം. അപ്പൊ റിയൽ നെയിം എൻ്റെ അറിയുമോ എന്നുള്ള ചോദ്യം ആയിരിക്കാം. അതൊന്നും നമ്മൾക്ക് ഇവിടെ പ്രശ്നമല്ല. കാരണം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്കൊരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം? മീനു സെഡ് ടു മീ ഡു യു നോ മൈ നെയിം. നിനക്ക് എൻ്റെ പേര് അറിയുമോ? ഇതൊരു ഓക്സിലറി വെർബിൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എങ്ങനെയാ മാറുക? മീനു ആസ്ക്ഡ് മീ വെദർ ഐ ന്യൂ ഹർ നെയിം. സെഡ് എന്ന് കാണിക്കുന്നു. അത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പ്രസന്റ് ടെൻസിലായതുകൊണ്ട് അതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. നോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ എന്നാണ്. മീനു ആസ്ക്ഡ് മീ വെദർ ഐ ന്യൂ ഹർ നെയിം എന്നാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. മൈ നെയിം എന്നുള്ളത് എന്തായി മാറി? ഹെർ നെയിം. കാരണം മീനു പറഞ്ഞതുകൊണ്ടാണ് ഡു യു നോ മൈ നെയിം, നിനക്ക് എൻ്റെ പേര് അറിയുമോ എന്ന് ചോദിച്ചത്. മീനു ആസ്ക്ഡ് മീ വെദർ ഐ ന്യൂ ഹെർ നെയിം. എനിക്ക് അവളുടെ പേര് അറിയുമോ എന്നുള്ളത്. അപ്പം പ്രോനൗണിലുള്ള വ്യത്യാസം, ടെൻസിലുള്ള വ്യത്യാസം എല്ലാം കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാറ്റുക. ഡിഡ് യു എൻജോയ് യുവർ വെക്കേഷൻ? പ്രവീൺ ആസ്ക്ഡ്. ഇവിടെ പ്രവീൺ ആസ്ക്ഡ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ആസ്ക്ഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം ക്വസ്റ്റ്യനുകളെല്ലാം ഉപയോഗിക്കുക അങ്ങനെയാണ്. ഡിഡ് യു എൻജോയ് യുവർ വെക്കേഷൻ? നീ നിന്റെ വെക്കേഷൻ എൻജോയ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ഇതും ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഡ് വെച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡിഡ് എന്ന് കാണിക്കുന്നത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിലൊരു വ്യത്യാസം വരിക നോക്കുക. പ്രവീൺ ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എൻജോയ്ഡ് മൈ വെക്കേഷൻ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തായി മാറണം? പാസ്റ്റ് പെർഫെക്റ്റ്. ഹാഡ് എൻജോയ്ഡ് എന്നായി മാറണം. പിന്നെ പ്രോനൗണിലുള്ള വ്യത്യാസം, ഡിഡ് യു എൻജോയ് എന്നുള്ളത് ഇഫ് ഐ ഹാഡ് എൻജോയ്ഡ് മൈ വെക്കേഷൻ എന്നായി മാറും. ഇഫോ അല്ലെങ്കിൽ വെദറോ ഉപയോഗിക്കാം. പ്രവീൺ ആസ്ക്ഡ് വെദർ ഐ ഹാഡ് എൻജോയ്ഡ് മൈ വെക്കേഷൻ. ഇങ്ങനെ ക്വസ്റ്റ്യനുകളിലുള്ള എസ് ഓർ നോയിലൊക്കെയുള്ള വ്യത്യാസങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഷീ ഈസ് വെരി ഇന്റലിജന്റ്, ഐ ആൻസേർഡ്. അപ്പൊ ഇവിടെ ഐ ആൻസേർഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് പാർട്ടില് വെർബ് ആൻസേർഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഷീ ഈസ് വെരി ഇന്റലിജന്റ് എന്ന പാർട്ടിലത്തെ ടെൻസിൽ മാറ്റം വരേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഐ ആൻസേർഡ് ദാറ്റ് ഷീ വാസ് വെരി ഇന്റലിജന്റ്. ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഷീന സെഡ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഇവിടെ ഷീന സെഡ് എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്? ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്നുള്ള ഒരു ഫാക്റ്റ് ആയത് കാരണം അതിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. ഷീന സെഡ് ദാറ്റ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഹി സെഡ് ഐ വിൽ ബൈ എ സ്മാർട്ട് ഫോൺ ടുമാറോ. ഇവിടെ ഹി സെഡ് എന്നാണ്. റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ വെർബ് സെഡ് എന്നുള്ള പാസ്റ്റ് ടെൻസിലാണ്. എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്? ഐ വിൽ ബൈ എ സ്മാർട്ട് ഫോൺ ടുമാറോ. ഐ വിൽ ബൈ എ സ്മാർട്ട് ഫോൺ ടുമാറോ എന്നുള്ളതിലത്തെ ടുമാറോ എന്നുള്ളതിലും മാറ്റം വരും, ടെൻസിൽ മാറ്റം വരും, പ്രോനൗണിൽ മാറ്റം വരും. വിൽ ബൈ എന്നുള്ള ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്ന വിൽ ബൈ എന്നുള്ള ടെൻസ് എങ്ങനെയായി മാറണം? ഹി സെഡ് ദാറ്റ് ഹി വുഡ് ബൈ എ സ്മാർട്ട് ഫോൺ ദ നെക്സ്റ്റ് ഡേ. വിൽ ബൈ എന്നുള്ളത് വുഡ് ബൈ എന്നായി മാറുന്നു. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ബൈ എ സ്മാർട്ട് ഫോൺ ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നുള്ളതിലേക്ക് മാറി.
ഇനി വീണ സെഡ് എന്നാണെങ്കിലോ, വീണ സെഡ് ഐ വിൽ ബൈ എ സ്മാർട്ട് ഫോൺ ടുമാറോ എന്നാണെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ മാറും? വീണ സെഡ് ദാറ്റ് ഷീ വുഡ് ബൈ എ സ്മാർട്ട് ഫോൺ ദ നെക്സ്റ്റ് ഡേ. അങ്ങനെ പ്രോനൗണിലുള്ള മാറ്റങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ചേഞ്ചസ് ഇൻ പ്രോനൗൺസ്. പ്രോനൗൺസിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ മാറ്റങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം. The first person of the reported speech changes according to the subject of the reporting part. ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഏതാ ഫസ്റ്റ് പേഴ്സൺ? ഐ, വി. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉള്ളതെങ്കിൽ അതിന്റെ മാറ്റം എന്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ സബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കിക്കൊണ്ട് തീരുമാനിക്കുക. He says, I am studying. ഇവിടെ he says എന്നുള്ള പാർട്ടാണ് റിപ്പോർട്ടിംഗ് സ്പീച്ച്. I am studying എന്ന് പറയുന്ന പാർട്ടിന് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ ഇവിടെ I am studying എന്നുള്ളതിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ I എന്നുണ്ട്, ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ മാറുക? അത് ഡിസൈഡ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി എന്നാണ്. അതിനനുസരിച്ചിട്ടാണ് അവിടെ ഐയിൽ മാറ്റം വരിക. ഫസ്റ്റ് പേഴ്സൺ ഐ, വി, ഇത് രണ്ടും മാറുന്നത് റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഐ ആം സ്റ്റഡിയിങ്, ഹി സേസ് ദാറ്റ് ഹി ഈസ് സ്റ്റഡിയിങ്. ഇവിടെ വെർബിൽ മാറ്റം വരുത്താത്തതിന് കാരണം റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ വെർബ് സേസ് എന്നാണ്, സെഡ് എന്നല്ല. അതുകൊണ്ടാണ് ഹി സേസ് ദാറ്റ് ഹി ഈസ് സ്റ്റഡിയിങ് എന്ന് പ്രസന്റ് ടെൻസിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. The second person of the reported speech changes according to the object of the reporting part. ഇനി റിപ്പോർട്ടഡ് പാർട്ടിൽ സെക്കൻഡ് പേഴ്സൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, പ്രോനൗൺ ആയിട്ട് വരുന്നതെങ്കിൽ ഏതാണ് സെക്കൻഡ് പേഴ്സൺ? യു എന്നുള്ളത് സിംഗുലർ, അതേ യു തന്നെയാണ് പ്ലൂറൽ ആയിട്ടും വരുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ സെക്കൻഡ് പേഴ്സൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിലെങ്ങനെയാ മാറ്റം വരിക എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ ഒബ്ജക്റ്റിനെ നോക്കിക്കൊണ്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. Rakesh said to Sam, you have cleaned your room neatly. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ യു എന്നുണ്ട്, യുവർ എന്നുണ്ട്. അപ്പൊ ഈ യു എന്നുള്ളത് എങ്ങനെ മാറണം എന്നാണ് പറയുന്നത്? രാകേഷ് സെഡ് ടു സാം എന്നുള്ളതിലത്തെ ആ റിപ്പോർട്ടിംഗ് പാർട്ടിലത്തെ ഒബ്ജക്റ്റിനെ നോക്കിക്കൊണ്ട് വേണം. ഇവിടെ ഏതാ ഒബ്ജക്റ്റ്? രാകേഷ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് സാം ആണ്. അതുകൊണ്ട് തന്നെ യു ഹാവ് ക്ലീൻഡ് യുവർ റൂം നീറ്റ്ലി എന്നുള്ളത് എങ്ങനെയാ മാറിയിരിക്കുന്നത്? Rakesh told Sam that he had cleaned his room neatly. Have cleaned എന്നുള്ളത് had cleaned ആവാൻ കാരണം റിപ്പോർട്ടിംഗ് വെർബ് said എന്നായതുകൊണ്ടാണ്. യു എന്നുള്ള സെക്കൻഡ് പേഴ്സൺ മാറിയത് ഹി എന്നാണ്, കാരണം സാം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഇനി രാകേഷ് said to Veena, you have cleaned your room neatly എന്നാണെങ്കിലോ രാകേഷ് told Veena that she had cleaned her room neatly. ചില സമയം രാകേഷ് സെഡ് യു ഹാവ് ക്ലീൻഡ് യുവർ റൂം നീറ്റ്ലി എന്ന് മാത്രം വരും, ഒബ്ജക്റ്റിനെ കൊടുക്കാതെ. ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, രാകേഷ് സെഡ് എന്ന് മാത്രം. അപ്പൊ നമ്മൾ അവിടെ കണക്കിലെടുക്കുക മീ എന്നാണെന്ന്, അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ട് മാറ്റുക. രാകേഷ് സെഡ് യു ഹാവ് ക്ലീൻഡ് യുവർ റൂം നീറ്റ്ലി എന്നാണെങ്കിൽ രാകേഷ് സെഡ് ദാറ്റ് ഐ ഹാഡ് ക്ലീൻഡ് മൈ റൂം നീറ്റ്ലി. എന്തുകൊണ്ടാണ് ഐ എന്ന് ഉപയോഗിച്ചത്? കാരണം അവിടെ ചില സമയങ്ങളിൽ ഒബ്ജക്റ്റ് ഇല്ലാതെയും റിപ്പോർട്ടിംഗ് പാർട്ട് ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് മാറ്റുക. The third person of the reported speech does not change. എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ തേർഡ് പേഴ്സൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഏതൊക്കെയാണ് തേർഡ് പേഴ്സൺ പ്രൊനൗൺ? ഹി, ഷീ, ഇറ്റ്, അത് തേർഡ് പേഴ്സൺ സിംഗുലർ. ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്ലൂരൽ. അങ്ങനെ ഇതിലേതെങ്കിലും ഒന്നാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉള്ളതെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ടതില്ല. നീന സെഡ് ഷീ ഈസ് ഇൻ ദ മാർക്കറ്റ്. ഷീ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പൊ തേർഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ്. ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ. നീന സെഡ് ഷീ ഈസ് ഇൻ ദ മാർക്കറ്റ്. നീന സെഡ് ദാറ്റ് ഷീ വാസ് ഇൻ ദ മാർക്കറ്റ്. പക്ഷെ ടെൻസിലൊക്കെ ഉള്ള മാറ്റങ്ങൾ, അതിലൊന്നും ഒരു മാറ്റവും വരില്ല. ടെൻസിൽ എപ്പോഴാ മാറ്റം? ടെൻസിൽ മാറ്റം വരുത്തണം. എങ്ങനെയാണെങ്കിൽ സെഡ് എന്നുള്ളതാണ്
ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ. പിന്നെ എക്സംഷൻസ് എവിടൊക്കെയാണ്? സയന്റിഫിക് ട്രൂത്ത്, പ്രോവർബ്സ്, അങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ മാത്രം ടെൻസിൽ മാറ്റം വരുത്തേണ്ടതില്ല. അങ്ങനെ എല്ലാ റൂൾസ് നോക്കി മാറ്റുക.